നമസ്കാരം. കോടതി ഉത്തരവുകൾക്ക് പോലും ഗ്രാസ് വില നൽകി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സർവകലാ ചാൻസലർമാരെ നിയമിക്കുന്നത് വിദ്യാഭ്യാസത്തെ നൈസായിട്ടങ്ങ് കാൽവൽക്കരിക്കാമെന്ന് കരുതിയാണ്. സിൻഡിക്കേറ്റ് എടുക്കുന്ന തീരുമാനങ്ങൾ ചാൻസലർമാർ മൈൻഡാക്കുന്നത് പോലുമില്ല. യൂണിയൻ പ്രവർത്തനം പോലും നടപ്പാക്കുന്നില്ല. ദേശീയ പുരസ്കാരങ്ങളടക്കം നേടി ഉന്നതിയിലേക്ക് കുതിക്കുന്ന സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ പിന്നോക്കം വലിക്കാനാണ് ഗവർണർ സർവകലാശാലകളുടെ പ്രവർത്തനം സ്തംഭിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റുകളെയും വിദ്യാർത്ഥി യൂണിയനുകളെയും പ്രവർത്തിക്കാൻ അനുവദിക്കാതെയാണ് നീക്കമെന്ന് ചുരുക്കം. ഗവർണർ തിരികെ കയറ്റിയ RSSകാരായ വൈസ് ചാൻസലർമാർ മേലാളന്മാരുടെ നിർദ്ദേശം അനുസരിച്ച് മാത്രമാണ് പ്രവർത്തിക്കുന്നത്. ഭരണ നിർവഹണത്വവും നയപരമായ തീരുമാനങ്ങളും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യലുമടക്കം സുപ്രധാന ചുമതലയുള്ള സിൻഡിക്കേറ്റുകൾ ജനാധിപത്യപരമായി ചേരാൻ പോലും സമ്മതിക്കുന്നില്ല. അഥവാ ചേർന്നാൽ തന്നെ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പാക്കാനും സമ്മതിക്കില്ല. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതികളെ അംഗീകരിക്കാത്ത നിലപാട് മൂലം ഭരണപരമായ മരവിപ്പ് നേടുകയാണ് പോളിസിറ്റികൾ. അക്കാദമിക് മേഖലയെയും ഇത് ബാധിച്ചിരിക്കുന്നു. സർക്കാരിനെ നോക്കുകുത്തിയാക്കി ഗവർണർ നിയമിച്ച വൈസ് ചാൻസലർമാരെയാണ് ഇതിനായി ഉപയോഗിച്ചു വരുന്നത്. സർവകലാശാലയും വിദ്യാർത്ഥികളെയും ഇണക്കുന്ന കണ്ണിയാണ് വിദ്യാർത്ഥി യൂണിയൻ. ഈ സംവിധാനങ്ങളെ ആകെ മാറ്റി നിർത്താനുള്ള ശ്രമം ഗുരുതരമായ പ്രത്യാഘാതങ്ങളിലേക്കാണ് സർവകലാശാലകളെ എത്തിക്കുക. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തന്നെ പിന്തള്ളി മികച്ച അംഗീകാരങ്ങൾ നേടി ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വലിയ കുതിപ്പിലാണ് കേരളത്തിലെ സർവകലാശാലകൾ. NIRF-ൽ അടുത്തടുത്ത 3 റാങ്കിംഗ് നേടിയ 3 സർവകലാശാലകളാണ് കേരളത്തിൽ ഇപ്പോൾ ഉള്ളത്. കേരളയ്ക്ക് 9ാം റാങ്ക് ആണെങ്കിൽ കുസാറ്റിന് 10ഉം MGക്ക് 11ഉം സ്ഥാനമാണ് NIRF-ൽ. QS ലോക റാങ്കിങ്ങിൽ സൗത്ത് ഏഷ്യയിലെ സർവകലാശാലകളിൽ 88ാം സ്ഥാനത്താണ് കേരള. കാലിക്കറ്റും കണ്ണൂരും അടക്കമുള്ള സർവകലാശാലകൾ NAC റാങ്കിങ്ങിൽ വലിയ നേട്ടമുണ്ടാക്കി. 4 വർഷ കോഴ്സ് അടക്കം കാലത്തിനൊത്ത പരിഷ്കാരങ്ങളും അക്കാദമിക് പ്രവർത്തനങ്ങളും നടത്താൻ ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയാണ് കേരള സർക്കാർ ഈ മേഖലയെ മുന്നിലെത്തിച്ചത്. കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത വിധം നേട്ടമുണ്ടാക്കുന്ന സമയത്ത് അതിനെ തച്ചു തകർക്കുന്ന സമീപനമാണ് ഗവർണറുടെയും കൂട്ടാളികളായ VCമാരുടെയും. കേരളത്തിലെ സർവകലാശാലകളെ തകർക്കാൻ ശ്രമിക്കുന്ന ഗവർണറുടെ നേതൃത്വത്തിലുള്ള സംഘത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. യൂണിയൻ തെരഞ്ഞെടുപ്പുകളിൽ കാവ്യ സംഘടനകൾ തള്ളി SFI ആണ് വിദ്യാർത്ഥികൾ വിജയിപ്പിച്ചത്. എന്നാൽ യൂണിയൻ പ്രവർത്തനം നടത്താൻ ഗവർണർ നിയോഗിച്ച VCമാർ സമ്മതിക്കുന്നില്ല. ഇന്ത്യയിലാകെ 100 മികച്ച കോളേജുകളിൽ 16 എണ്ണവും കേരളത്തിലാണ്. വിവിധ റാങ്കുകളിൽ സർവകലാശാലകൾ മുൻനിരയിലെത്തി. എന്നാൽ സ്വയംഭരണം ഇല്ലാതാക്കി സർവകലാശാലകളെ തകർക്കുന്ന സമീപനമാണ് ഗവർണറുടേത്. കോടതികളെ മറികടന്നാണ് VCമാരെ ഇവർ നിയമിക്കുന്നത്. ജനാധിപത്യത്തിന്റെയും സ്വയംഭരണത്തിന്റെയും ഭാഗമായാണ് സർവകലാശാലകളിൽ സിൻഡിക്കേറ്റുകൾ രൂപീകരിച്ചിട്ടുള്ളത്. സിൻഡിക്കേറ്റ് തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ വൈസ് ചാൻസലർമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. സംഘപരിവാർ അജണ്ടകൾ മാത്രമേ നടപ്പിലാക്കൂ എന്ന സമീപനമാണ് ഗവർണറുടെ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമായി പിൻവാതിൽ നിയമനം നേടിയ വൈസ് ചാൻസലർമാർ സ്വീകരിക്കുന്നത്. നവകേരള സൃഷ്ടിക്കായി വൈജ്ഞാനിക സമൂഹം രൂപീകരിക്കാൻ സർവകലാശാലകളെ സജ്ജമാക്കാനാണ് സംസ്ഥാന സർക്കാർ പരിശ്രമിക്കുന്നത്. ലോക റാങ്കിങ്ങിൽ ഉൾപ്പെട്ട സർവകലാശാലകളും കോളേജുകളും കേരളത്തിലുണ്ട്. ഈ ഘട്ടത്തിലാണ് സർവകലാശാലകളുടെ ദൈനംദിന പ്രവർത്തനത്തെ ദുർബലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. വികസനവും പുതുതലമുറയുടെ ഭാവിയും തകർക്കാനുള്ള ഇടപെടലാണിതെന്ന് വ്യക്തം.